സംസ്കാര ചടങ്ങുകൾ എവിടെ വേണം എന്ന കാര്യം അല്പസമയത്തിനകമായിരിക്കും തീരുമാനിക്കുക. മകൻ ധ്യാൻ കൂടി അങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. അതിനുശേഷം മക്കൾ രണ്ടുപേരും ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക. പൊതുദർശനം തീരുമാനിച്ചിട്ടുണ്ട്. 1 മണി മുതൽ പൊതുദർശനം ഉണ്ടാകും. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. നേരത്തെ വിതുമ്പലടക്കാൻ കഴിയാതെയാണ് സത്യൻ അന്തിക്കാട് പ്രതികരിക്കുന്നത് കണ്ടത്. ടി.പി. ബാലഗോപാലൻ MA മുതൽ ഒരു പിടി ചിത്രങ്ങൾ, മലയാളിക്ക് എല്ലാ കാലത്തും ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു പിടി ചിത്രങ്ങൾ സത്യൻ അന്തിക്കാടിൻ്റെയും ശ്രീനിവാസൻ്റെയും കൂട്ടുകെട്ടിലുണ്ടായിട്ടുണ്ട്. അത് വരവേൽപ്പ് ആണെങ്കിലും നാടോടിക്കാറ്റാണെങ്കിലും അക്കരെ 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 ആണെങ്കിലും ടി.പി. ബാലഗോപാലനാണെങ്കിലും നിരവധി സിനിമകൾ, ആ സിനിമകളുടെ സാമൂഹികവും കലാപരവുമായ പ്രാധാന്യവും വളരെ വളരെ വലുതാണ്. അതാത് കാലത്തെ കൃത്യമായി പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് ഓരോ സിനിമയും. ഇപ്പോൾ വരവേൽപ്പ് കൈകാര്യം ചെയ്തത് ഒരു മനുഷ്യൻ ഈ നാട്ടിലൊരു സംരംഭം തുടങ്ങിയാൽ അയാൾക്ക് എന്തൊക്കെ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അത് ട്രേഡ് യൂണിയനിസത്തിൻ്റെ പ്രശ്നമാവട്ടെ, സമൂഹം ആ സംരംഭകനെ എങ്ങനെയൊക്കെ ഊറ്റും എന്നത് വരച്ചു വെച്ച ഒരു സിനിമയായിരുന്നു വരവേൽപ്പ്. ഇങ്ങനെ ഏത് സിനിമ എടുത്താലും നാടോടിക്കാറ്റ് തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ, തൊഴിൽ തേടുന്ന 2 ചെറുപ്പക്കാരുടെ ജീവിത പ്രതിസന്ധികളെയും അവർക്കുണ്ടാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ട്വിസ്റ്റുകളുമാണ്. ഇപ്പോൾ ഗൾഫ് മോഹം ഉരുത്തിരിഞ്ഞ് വന്ന കാലത്ത് ഗൾഫിൽ പോയി ജോലി ചെയ്യാം എന്ന നിലയിൽ ആലോചിക്കുന്ന 2 ചെറുപ്പക്കാർ വഞ്ചിക്കപ്പെടുന്നതിൻ്റെ എല്ലാ മലയാളികളും കണ്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥയോ പ്രമേയമോ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് അതാത് കാലത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെ, മനുഷ്യരുടെ സംഘർഷങ്ങളെ അതുപോലെ അഭ്രപാളികളിലാക്കിയ സിനിമകളായിരുന്നു ശ്രീനിവാസൻ്റേത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമകൾ കാലാതിവർത്തിയാണ്. അതാത് കാലത്തെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ ഒരു ചരിത്ര പുസ്തകമായി ഈ സിനിമകളെല്ലാം അടയാളപ്പെടുത്തപ്പെടും. സന്ദേശം എന്ന സിനിമയിലെ ഡയലോഗ്, എനിക്ക് തോന്നുന്നു ഡയലോഗുകൾ, അതിലെ സംഭാഷണങ്ങൾ ഏത് രാഷ്ട്രീയ സന്ദർഭത്തിലും നമ്മൾ പറഞ്ഞു പോകുന്ന, ഓർത്തു പോകുന്ന ഡയലോഗുകളാണ്. ഞങ്ങളുടെ മൃതദേഹം ഞങ്ങൾക്ക് എന്ന് ഷണ്ട കൂടുന്ന 2 രാഷ്ട്രീയ പാർട്ടികൾ, അത് നമ്മുടെ ദൈനംദിന രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒന്നാണ്. നിനക്ക് പാർട്ടി ക്ലാസ്സിൽ വരാത്തത് കൊണ്ടാണ് സംശയം എന്ന് പറയുന്ന, പാർട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന കുമാരപിള്ള സാറാവട്ടെ, പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്ന എന്ന നായകനാവട്ടെ, ഇങ്ങനെ സന്ദേശത്തിലെ ഡയലോഗുകൾ, സംഭാഷണങ്ങൾ ഇല്ലാത്ത നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ കുറവായിരിക്കും. ഇങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ, സിനിമകൾ. ശ്രീനിവാസൻ ആ അർത്ഥത്തിൽ അനശ്വരനാകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ കണ്ടനാട്ടെ വസതിയിലാണുള്ളത്.